നമുക്ക് ചായക്കട സ്പെഷ്യൽ നല്ല നാടൻ മൊരിഞ്ഞ പരിപ്പുവട തയ്യാറാക്കിയെടുക്കാം. ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടെ സെലക്ട് ചെയ്യുക. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. വളരെ ഈസി ആയിട്ട് തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പരിപ്പ് എന്ന് പറയുന്നത് വടപ്പരിപ്പാണ്, കുറച്ചും കൂടി വലിയ പരിപ്പാവും. അപ്പോൾ ഇനി ഇതൊരു 6 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം പാടില്ല. അപ്പോൾ അങ്ങനെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഈ കുതിർത്തി വെച്ചിട്ടുള്ള പരിപ്പൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളത് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൈൻഡറിലേക്കോ നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. തീരെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. നന്നായിട്ട് അരിഞ്ഞു പോകാൻ പാടില്ല. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3-4 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു വറ്റൽമുളക് കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള സവാള കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി ജാറിൽ നിന്ന് അരച്ചു വെച്ചിട്ടുള്ള പരിപ്പ് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് അടിച്ചെടുക്കുന്നത്. പരിപ്പിൻ്റെ കൂടെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല ഇഞ്ചിയൊക്കെ. അപ്പോൾ ആദ്യം സവാള ചേർത്തു. ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതുപോലെ കഷ്ണിച്ച ഇഞ്ചി, പച്ചമുളക്, അതുപോലെ വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുള്ള പരിപ്പാണ്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി ആ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മാവ് കുറച്ച് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കടലമാവ് അല്ലെങ്കിൽ കടലപ്പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് ടൈറ്റായി കിട്ടിക്കോളും. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ പരിപ്പ് ചേർക്കുമ്പോൾ അത് നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു സ്കൂപ്പ് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഇതുപോലെ ആ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കാം. റൗണ്ടാക്കി എടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് ഓയിൽ ചൂടാക്കിയതിന് ശേഷം നമുക്ക് പരിപ്പുവട ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നന്നായിട്ട് 2 സൈഡും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടോട് കൂടി തന്നെ നല്ല മൊരിഞ്ഞ പരിപ്പുവട സെർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തട്ടുകടയിൽ കിട്ടുന്ന പരിപ്പുവടൻ്റെ അതേ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. ഇനി ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.